എല്ലാവർക്കും AWS മലയാളം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അസൂർ ഡാറ്റ ഫാക്ടറിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അസൂർ ഡാറ്റ ഫാക്ടറി പറയുന്നത് ക്ലൗഡിലെ ഒരു സർവീസാണ്, ഒരു ETL ബേസ്ഡ് ആയിട്ടുള്ള ഒരു സർവീസാണ്. ഈ സർവീസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോറേജ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്ത് മറ്റൊരു ഡെസ്റ്റിനേഷനിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ സർവീസ് യൂസ് ചെയ്യുന്നത്. സോ ഇതൊരു ETL ബേസ്ഡ് ടൂളാണ് അല്ലെങ്കിൽ ഒരു ETL ടൂളാണ്. ആദ്യം നമുക്ക് ETL എന്താണെന്ന് നോക്കാം. സോ നോർമലി നമ്മുടെ ഡാറ്റാബേസിലോ അല്ലെങ്കിൽ CSV ഫയലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഴ്സിൽ സേവ് ചെയ്തേക്കും. നമുക്കൊരു ബാങ്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനൊക്കെ റൺ ചെയ്യുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റ നമ്മളൊരു സോഴ്സ് അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസിൽ സേവ് ചെയ്തേക്കും. ഇതാണ് നോർമൽ രീതി. പക്ഷേ നമുക്ക് പലപ്പോഴും പല സോഴ്സിലുള്ള ഡാറ്റയെ ഒന്നിച്ച് കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യം വരും. സോ ETL എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു 3 കൺസെപ്റ്റാണ്. ഒന്ന് എക്സ്ട്രാക്റ്റ്, ആ പലതരം സോഴ്സിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യുക, അതായത് റിട്രീവ് ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്ന് പറയും. ഇത്തരം പല സോഴ്സിൽ നിന്ന് ഡാറ്റ എടുത്ത് ദെൻ ട്രാൻസ്ഫോം ചെയ്യണം. സോ നമുക്ക് വേണ്ട ഡാറ്റ അല്ലെങ്കിൽ നമ്മളൊരു സോഴ്സിൽ നിന്ന് ഡാറ്റ എടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട ഡാറ്റ മാത്രമാണ് എടുക്കേണ്ടത്. പലപ്പോഴും അൺവാണ്ടഡ് ഡാറ്റ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ആ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യേണ്ടി വരും. ഇത്തരം പ്രോസസ്സ് ചെയ്യുന്നതിനാണ് ട്രാൻസ്ഫോം എന്ന് പറയാം. ട്രാൻസ്ഫോം പറയുമ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡാറ്റ അക്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്ന ഡാറ്റ ഉണ്ട്. ഈ ഡാറ്റനെ നമുക്ക് ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള നമുക്ക് ചില കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡ് മാത്രം മതിയെങ്കിൽ നമുക്കൊരു കണ്ടീഷൻ കൊടുക്കാം. 501 കുറവുള്ള ഡാറ്റ മാത്രം മതി. അല്ലെങ്കിൽ നമുക്കൊരു ഡിറൈവ് ചെയ്യാം. ഇതിലുള്ള ഈ ഡാറ്റനെ കുറച്ചും കൂടി പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ടോട്ടൽ അക്കൗണ്ട് ബേസ്ഡ്, ടോട്ടൽ സെയിൽസ്, മാച്ച് സെയിൽ, മിനിമം സെയിൽസ്, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഡാറ്റയെ ട്രാൻസ്ഫോം ചെയ്യേണ്ട ആവശ്യം വരും. ദെൻ ട്രാൻസ്ഫോം ചെയ്ത ഡാറ്റനെ നമുക്ക് ഒരു ഡെസ്റ്റിനേഷനിൽ സേവ് ചെയ്യേണ്ടി വരും. ഈ ഒരു 3 ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന തരം ടൂൾസിനെയാണ് നമ്മൾ ETL ടൂൾ എന്ന് പറയാം. സോ ഒരു ETL ടൂളിൽ എക്സ്ട്രാക്റ്റ്, ട്രാൻസ്ഫോം, ലോഡ്, ഈ 3 ഫംഗ്ഷനാലിറ്റിയാണ് ഒരു ETL ടൂൾ പ്രൊവൈഡ് ചെയ്യുക. എക്സ്ട്രാക്റ്റ് പറഞ്ഞാൽ വിവിധ തരം സോഴ്സിൽ നിന്ന് ഡാറ്റയെ എടുക്കുക. ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ആ ഡാറ്റയെ നമുക്ക് വേണ്ട രീതിയിൽ മാറ്റം വരുത്തുക. ദെൻ ലോഡ് എന്ന് പറയുമ്പോൾ ആ ഡാറ്റയെ മറ്റൊരു ഡെസ്റ്റിനേഷനിൽ സേവ് ചെയ്യുക. ഇങ്ങനെ 3 തരത്തിലുള്ള പ്രോസസ്സാണ് ഒരു ETL ടൂൾ പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അസൂർ ഡാറ്റ ഫാക്ടറി ഒരു ETL ടൂളാണ്. ഈ ETL ടൂളിലും നമുക്ക് 3 ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് ചെയ്യുക. ഒരു സോഴ്സിൽ നിന്ന് ഡാറ്റ എടുക്കുന്നത്, ദെൻ ട്രാൻസ്ഫോം ചെയ്യുന്നത്, ആ ഡാറ്റയെ മറ്റൊരു സോഴ്സിൽ സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിൽ സേവ് ചെയ്യുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ കമ്പനിയിലൊക്കെ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ, നമ്മൾ ഒരു ബാങ്കിലൊക്കെ ആണെങ്കിൽ ബാങ്കിൽ ഒരു മാസത്തെ ട്രാൻസാക്ഷൻ മൊത്തം പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ടൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ETL ടൂൾ യൂസ് ചെയ്യുക. അപ്പോൾ പലതരം സോഴ്സിൽ നിന്ന് ഡാറ്റ എടുത്ത് പ്രോസസ്സ് ചെയ്ത് നമ്മൾ വിവിധ തരം ഡാഷ്ബോർഡിൽ ഈ ഡാറ്റനെ ഡിസ്പ്ലേ ചെയ്യും. ആ ഡാഷ്ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ട രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യലാണ് ETL ടൂൾ വെച്ച് ചെയ്യുന്നത്. സോ നമുക്ക് അസൂർ ഡാറ്റ ഫാക്ടറിയിൽ എങ്ങനെ ഒരു സിമ്പിൾ ഓപ്പറേഷൻ ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് ലോഡ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ എങ്ങനെ ചെയ്യാം നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു അസൂർ ഡാറ്റ ഫാക്ടറി ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഇൻസ്റ്റൻസ് പറയുന്നത് ഒരു കമ്പ്യൂട്ടിംഗ് മെഷീൻ പോലെ അല്ലെങ്കിൽ ഒരു സർവീസ്. അതിനെ ലോഞ്ച് ചെയ്യാൻ നമുക്ക് ക്രിയേറ്റ് റിസോഴ്സ് കൊടുക്കാം. ദെൻ നമുക്ക് സെർച്ച് ചെയ്യാം അസൂർ ഡാറ്റ ഫാക്ടറി. ഡാറ്റ ഫാക്ടറി സെർച്ച് ചെയ്യാം. ദെൻ ക്രിയേറ്റ്. ദെൻ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്യണം. ദെൻ റിസോഴ്സ് ഗ്രൂപ്പ്, ഏതെങ്കിലും ഒരു റിസോഴ്സ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു പുതിയ റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്രീ VMൽ സെലക്ട് ചെയ്യുന്നു. ദെൻ ഏത് ലൊക്കേഷനിലാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ ഒരു നെയിം കൊടുക്കണം. നമ്മുടെ അസൂർ ഡാറ്റ ഫാക്ടറി ഇൻസ്റ്റൻസിന് ഒരു യുണീക്ക് നെയിം കൊടുക്കണം. ഈ പേര് അവൈലബിൾ അല്ല. ഓക്കെ,
ദെൻ വേർഷൻ പ്രീവിയസ് വെർഷൻ V1 ആണ്, ഇപ്പോഴത്തെ കറണ്ട് വെർഷൻ V2 നമ്മളത് സെലക്ട് ചെയ്യുന്നത്. ദെൻ അടുത്ത കോൺഫിഗറേഷനിൽ നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഗിറ്റ് ഇൻറ്റഗ്രേഷൻ ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്, പക്ഷേ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദെൻ നെറ്റ്വർക്കിംഗ്, ഇവിടെ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ടാഗ്സ്, റിവ്യൂ ആൻഡ് ക്രിയേറ്റ്. സോ നമ്മൾ ഈ കോൺഫിഗർ ഗിറ്റ് ലേറ്റർ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഗിറ്റിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കണം. സോ ഇത് സെലക്ട് ചെയ്യുന്നത്. സോ ഇത് ഫ്രീ സർവീസിൻ്റെ പുറത്തായിരിക്കും, അത് കൊണ്ട് തന്നെ പേ ആസ് യു ഗോ ആണെങ്കിൽ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. സോ നമ്മുടെ അസൂർ ഡാറ്റ ഫാക്ടറി ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അസൂർ ഡാറ്റ ഫാക്ടറിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് കോഴ്സ് ഓൾറെഡി യൂഡെമിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ഏകദേശം 10 മണിക്കൂറുള്ള ഒരു കോഴ്സ് യൂഡെമിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നമ്മുടെ റിസോഴ്സിലോട്ട് പോകാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അസൂർ ഡാറ്റ ഫാക്ടറി ഇൻസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സർവീസിൻ്റെ അകത്താണ്. നമുക്കിതിലോട്ട് വരുന്നത് ഒന്നില്ലെങ്കിൽ നേരിട്ട് ആ ഗോ ടു റിസോഴ്സിൽ ക്ലിക്ക് ചെയ്താൽ വരാം, അല്ലെങ്കിൽ ഹോം പേജിൽ നിന്നാണെങ്കിൽ ഡാറ്റ ഫാക്ടറി സെർച്ച് ചെയ്യാം. ഡാറ്റ ഫാക്ടറി സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ ഡാറ്റ ഫാക്ടറിയാണ് ഇപ്പോൾ ഉള്ളത്. ആ ഡാറ്റ ഫാക്ടറി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ടു സി ADF നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആ ഡാറ്റ ഫാക്ടറി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ഓപ്ഷനാണ് മെയിനായിട്ട് കാണാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒരുപാട് കോൺഫിഗറേഷൻ ഓപ്ഷൻസ് ഇവിടെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണാം. പക്ഷേ ഡാറ്റ ഫാക്ടറി ഓപ്പൺ ചെയ്യാൻ ഓദർ ആൻഡ് മോണിറ്റർ എന്ന ഈ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. മറ്റു പോലെ കൺട്രോൾസ്, അതായത് മോണിറ്ററിങ്ങും അതുപോലുള്ള ഒരുപാട് ഓപ്ഷൻസ് റൈറ്റ് സൈഡിൽ നമുക്ക് ബട്ടൺസ് കാണാം. ഇപ്പോൾ ഡോക്യുമെൻറ്റേഷന് ഇവിടെ ഒരു ബട്ടണുണ്ട്. ദെൻ പ്രിവ്യൂ അല്ലെങ്കിൽ ബേസിക് ഇൻഫർമേഷൻ നമ്മുടെ ഓവർവ്യൂവിൽ കാണാം. സോ നമുക്ക് ആദ്യം തന്നെ ഈ ഓദർ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഓദർ ടാബ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു പേജിലോട്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്യും. ഇവിടെ ഫസ്റ്റ് വരുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയ ഒരു വിൻഡോ ആയിരിക്കും, പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസാണ് ഈ അസൂർ ഡാറ്റ ഫാക്ടറിൻ്റെ. ഇവിടെ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഹോം ടാബിലാണ്. ഇവിടെ ഒരുപാട് ടാബ് കാണാം. ഹോം, ഓദർ, ദെൻ മോണിറ്റർ, ഫൈനലി മാനേജ്. ഇങ്ങനെ ഒരു 3-4 ടാബ്സ് ആയിട്ടാണ് ഓരോ ഫങ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഈ ഹോം ടാബിൽ നമുക്കൊരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യാം. പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് നമുക്കൊരു ഡാറ്റ ഒരു സോഴ്സിൽ നിന്ന് കോപ്പി ചെയ്ത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്ന ഒരു ആക്ടിവിറ്റി നമുക്ക് പൈപ്പ് ലൈനായിട്ട് കൺസിഡർ ചെയ്യാം. ഇത് ഒരുപാട് വിസാർഡ് എന്ന് പറയും. നമുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് നമുക്ക് വേണ്ട സോഴ്സ് സെലക്ട് ചെയ്യുക, ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ പല രീതിയിൽ ഡാറ്റ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ മൂവ് ചെയ്യാനുള്ള കുറേ വിസാർഡ്സ് ആണ്. ഇതിലേതെങ്കിലും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് കണ്ട് പെട്ടെന്ന് ഡാറ്റ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷൻ എത്താം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതധികം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഈ അസൂർ ഡാറ്റ ഫാക്ടറി ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസും ഡെമോസൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഓദർ ടാബിലോട്ട്. ഇവിടെ ഓദർ ടാബിൽ നമുക്ക് 3 ഓപ്ഷൻസ് ഉള്ളത്. ഒന്ന് പൈപ്പ് ലൈൻ, ദെൻ ഡാറ്റ സെറ്റ്, ഡാറ്റ ഫ്ലോ. ദെൻ മാനേജ് ടാബും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാബാണ്. മാനേജ് ടാബിൽ നമുക്ക് ലിങ്ക്ഡ് സർവീസ്, ഇൻറ്റഗ്രേഷൻ, റൺ ടൈം, ഗിറ്റ് കോൺഫിഗറേഷൻ, ട്രിഗർ, ദെൻ പാരാമീറ്റർ, കസ്റ്റമർ മാനേജ്ഡ് കീ, ദെൻ മാനേജ്ഡ് പ്രൈവറ്റ് എൻഡ് പോയിൻറ്റ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉള്ളത്. ഇതിൽ ചില ഓപ്ഷൻസൊക്കെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് ഡെമോ ചെയ്യുന്നതാണ്. ഇതിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ലിങ്ക്ഡ് സർവീസ്, ഇൻറ്റഗ്രേഷൻ, റൺ ടൈം. ഈ ലിങ്ക്ഡ് സർവീസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഏത് സോഴ്സിനെയാണ് കണക്ട് ചെയ്യുന്നത്,
അതായത് നമ്മളിപ്പോൾ ഈ അസൂർ ഡാറ്റ ഫാക്ടറി ഒരു ETL ടൂളാണ്. ഇതൊരു സോഴ്സിൽ നിന്ന്, അതായത് നമ്മുടെ SQL സെർവർ അല്ലെങ്കിൽ അസൂർ സ്റ്റോറേജ് അക്കൗണ്ട്, ഇത്തരം സോഴ്സിൽ നിന്ന് ഡാറ്റയെ റിട്രീവ് ചെയ്ത് മറ്റൊരു ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റോറേജ് ലൊക്കേഷനിൽ സേവ് ചെയ്യാനുള്ള ഒരു സർവീസാണ്. ലിങ്ക്ഡ് സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് സോഴ്സിനെ അല്ലെങ്കിൽ ഏത് ഡെസ്റ്റിനേഷനെയാണ് ആക്സസ് ചെയ്യുന്നത് ആ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ഡാറ്റാബേസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റ ഏത് സോഫ്റ്റ്വെയറിലാണോ കിടക്കുന്നത് ആ സോഫ്റ്റ്വെയറിനെ കണക്ട് ചെയ്യാൻ നമ്മളൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഈ ലിങ്ക്ഡ് സർവീസ് ശരിക്കും ഒരു കണക്ഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ കണക്ഷൻ ഇൻഫർമേഷൻ ആയിട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ നമുക്കൊരു സോഴ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ലിങ്ക്ഡ് സർവീസ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഇൻ്റഗ്രേഷൻ റൺ ടൈം ട്രിഗേഴ്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യം തന്നെ ഒരു ലിങ്ക്ഡ് സർവീസ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ലിങ്ക്ഡ് സർവീസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഓപ്ഷൻസ് ഫസ്റ്റ് ഒരുപാട് ടാബായിട്ടാണ് ഇത് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓളിൽ നമുക്ക് എല്ലാ സോഴ്സും ഏതൊക്കെ സോഴ്സിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് മൊത്തം ലിസ്റ്റ് ചെയ്യും. ദെൻ ഓരോ സർവീസ് കാറ്റഗറീസ് അസൂറിനകത്ത് നമുക്ക് ഇത്തരം സർവീസ് ഈ ബ്ലോബ് സ്റ്റോറേജ്, കോസ്മോസ് DB, അതുപോലെ SQL ഡാറ്റാബേസ്, അങ്ങനെ ഒരുപാട് സോഴ്സിനെ നമുക്ക് കണക്ട് ചെയ്യാം. സോ ഇവിടെ കാണാം അസൂർ ടേബിൾ സ്റ്റോറേജ് അല്ലെങ്കിൽ അസൂർ ബ്ലോബ് സ്റ്റോറേജ്. ദെൻ ഡാറ്റാബേസിനകത്ത് കുറേ ഡാറ്റാബേസ്, SQL സെർവർ പോലുള്ള ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഓൺ പ്രിമിസ് എൻവയോൺമെൻറ്റിൽ SQL സെർവറാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ ഓപ്ഷനാണ് സെലക്ട് ചെയ്യാം. ദെൻ ഫയൽ, അതുപോലെ ഒരുപാട് ഡാറ്റ സോഴ്സിനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. ഞാനിപ്പോൾ അസൂറിൽ ബ്ലോബ് സ്റ്റോറേജ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ കണക്ഷന് ഒരു പേര് കൊടുക്കണം. സോ നമുക്കിത് ലിങ്ക്ഡ് സർവീസ് ആയതുകൊണ്ട് തന്നെ LS അസൂർ ബ്ലോബ് സ്റ്റോറേജ് എന്ന് കൊടുക്കാം. ഏതെങ്കിലും ഒരു പേര്, LS പറയുന്നത് ലിങ്ക്ഡ് സർവീസ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം നമ്മൾ LS സ്പെസിഫൈ ചെയ്യുന്നത്. ദെൻ അസൂർ ബ്ലോബ് സ്റ്റോറേജ്, നമുക്ക് ഏത് ബ്ലോബ് സ്റ്റോറേജ് ആണോ കണക്ട് ചെയ്യുന്നത് അത് വേണമെങ്കിൽ കണക്ഷനിൽ സ്പെസിഫൈ ചെയ്യാം. സോ ഇവിടെ നമ്മുടെ ഇൻ്റഗ്രേഷൻ റൺ ടൈം ഞാൻ പറഞ്ഞു, ഇവിടെ ഇൻ്റഗ്രേഷൻ റൺ ടൈം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മെയിനായിട്ട് അസൂർ റിസോൾവ്ഡ് ഇൻ്റഗ്രേഷൻ റൺ ടൈം, അതായത് നമ്മളിപ്പോൾ അസൂറിനകത്തുള്ള സർവീസാണ് ആക്സസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമുക്ക് അസൂർ ഇൻ്റഗ്രേഷൻ റൺ ടൈം യൂസ് ചെയ്യാം. പക്ഷേ ഓൺ പ്രിമിസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കസ്റ്റമായിട്ട് ഇൻ്റഗ്രേഷൻ റൺ ടൈം ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ അസൂർ റിസോൾവ് ഇൻ്റഗ്രേഷൻ റൺ ടൈം സെലക്ട് ചെയ്യുന്നു. ദെൻ ഏത് രീതിയിലാണ് നമ്മൾ ഈ കണക്ഷനെ ആക്സസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ അക്കൗണ്ട് കീ യൂസ് ചെയ്തിട്ടാണ്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കണക്ഷൻ സ്ട്രിങ്, അസൂർ കീ വാൾട്ട്, കണക്ഷൻ സ്ട്രിങ്ങിനെ പറ്റി പറഞ്ഞു. ഒരു കീ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോറേജ് അക്കൗണ്ടിനെ ആക്സസ് ചെയ്യാം എന്ന് പറഞ്ഞു. നമ്മൾ ഡെമോ കണ്ടില്ല, പക്ഷേ ഒരു കീ പറഞ്ഞു നമ്മൾ സീക്രട്ടായിട്ട് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്തരം ഒരു കീ യൂസ് ചെയ്തിട്ടാണ് ഇവിടെയും കണക്ഷൻ പോസിബിൾ ആവുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കീ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ അക്കൗണ്ട്, ഈ അസൂർ അക്കൗണ്ട് അല്ലെങ്കിൽ അസൂർ ഡാറ്റ ഫാക്ടറി അക്കൗണ്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്ന സ്റ്റോറേജ് അക്കൗണ്ടും ഒരേ അക്കൗണ്ടിലാണ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് സെലക്ട് ആവും. നമ്മൾ ഏത് സബ്സ്ക്രിപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റോറേജ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോറേജ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു, അതുകൊണ്ട് തന്നെ ആ സ്റ്റോറേജ് അക്കൗണ്ട് അവൈലബിൾ അല്ല. പക്ഷേ ഞാൻ തൽക്കാലം സ്റ്റെപ്പ് ടു സി സോഴ്സ് ഇങ്ങനെ ഒരു സ്റ്റോറേജ് അക്കൗണ്ട് ഉണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ സ്റ്റോറേജ് അക്കൗണ്ടിൽ പോയി നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം സ്റ്റെപ്പ് ടു സി സോഴ്സ് 1 ഈ അക്കൗണ്ടാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആക്സസ് കീയിൽ ഒരു കീ ഉണ്ടാവും. ആ കീ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇപ്പം നോക്കുക, ഈ സ്റ്റെപ്പ് ടു സി ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ലോഡിങ് കീ എന്ന് പറഞ്ഞ് കാണാം. നമ്മൾ ഏതാണോ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഏതാണ് സ്റ്റോറേജ് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു കീ ലോഡ് ആവുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ നമ്മൾ ഈ സബ്സ്ക്രിപ്ഷൻ, അതായത് നമ്മൾ രണ്ടും ഒരേ സബ്സ്ക്രിപ്ഷൻ ആയതുകൊണ്ട് തന്നെ അസൂർ ഡാറ്റ ഫാക്ടറി ഓട്ടോമാറ്റിക്കലി ആ കീ സെലക്ട് ചെയ്യും. ദെൻ ആ ഒരു കീ വെച്ചിട്ടാണ് ഇത് കണക്റ്റ് ആവുന്നത്. ദെൻ നമ്മൾ സ്റ്റെപ്പ് ടു സി സോഴ്സ് സെലക്ട് ചെയ്ത് ഇനി നമുക്ക് ടെസ്റ്റ് കണക്ഷൻ കൊടുക്കാം. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഇപ്പോൾ കണക്ഷൻ സക്സസ് ആണെങ്കിൽ കണക്ഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും. അതായത് നമ്മൾ ഈ സെലക്ട് ചെയ്ത കോൺഫിഗറേഷൻ വെച്ച് കണക്ഷൻ സക്സസ്ഫുൾ ആണ്. സോ നമുക്ക് സ്റ്റെപ്പ് ടു സി സോഴ്സ് എന്ന് കൊടുക്കാം. ഇവിടെ സോഴ്സ് 1. സോ അസൂർ ബ്ലോബ് സ്റ്റോറേജ് സ്റ്റെപ്പ് ടു സി സോഴ്സ് എന്ന ഒരു ലിങ്ക്ഡ് സർവീസ് കണക്ഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്.
നമ്മൾ ഒരു കണക്ഷൻ റെഡിയായി. നമുക്ക് ഒരു കണക്ഷൻ കൂടി വേണം നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഡെസ്റ്റിനേഷന് വേണ്ടി നമുക്കൊരു വേണമെങ്കിൽ അസൂറിൻ്റെ SQL ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു SQL ഡാറ്റാബേസ് ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ കണക്ഷൻ തന്നെ, അതായത് നമ്മുടെ സ്റ്റോറേജ് അക്കൗണ്ട് തന്നെ ഡെസ്റ്റിനേഷനായിട്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ഞാൻ തൽക്കാലം ഒരൊറ്റ ലിങ്ക്ഡ് സർവീസ് യൂസ് ചെയ്തിട്ട് തന്നെ ഡെസ്റ്റിനേഷൻ ഡെമോ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമുക്ക് മറ്റൊരു കണക്ഷൻ, ഇപ്പോൾ അസൂർ ബ്ലോബ് സ്റ്റോറേജ് ആണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ SQL ഡാറ്റാബേസ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അസൂർ സെലക്ട് ചെയ്ത് അസൂർ SQL ഡാറ്റാബേസ് സെലക്ട് ചെയ്ത് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്ത് സെർവറിൻ്റെ പേര്, ദെൻ സാമ്പിൾ DB, SQL ഓതൻറ്റിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് കണക്ട് ചെയ്യേണ്ടി വരും. സോ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, ആ പാസ്വേഡ് മറന്നു വയ്ക്കുന്നു, ശരിക്കും റീസെറ്റ് ചെയ്യേണ്ടി വരും. സോ ഇപ്പം ഞാൻ പുതിയ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല, പകരം നമുക്ക് ഓൾറെഡി ഉള്ള ഈ ഒരു കണക്ഷൻ സോഴ്സായിട്ടും ഡെസ്റ്റിനേഷനായിട്ടും വർക്ക് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കൊരു കണക്ഷനായി. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഓതർ ടാബിൽ ചെയ്യാം. ഇവിടെ ആദ്യം തന്നെ നമുക്ക് വേണ്ട ഡാറ്റ സെറ്റാണ്. നമ്മുടെ സോഴ്സ് ഡാറ്റ സെറ്റും ഡെസ്റ്റിനേഷൻ ഡാറ്റ സെറ്റും നമ്മൾ ഡിഫൈൻ ചെയ്യണം. സോ നമുക്കൊരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ അസൂർ ബേസ്ഡ് ഡാറ്റ സെറ്റ് സെലക്ട് ചെയ്യുന്നു. നമ്മുടെ സ്റ്റോറേജ് അക്കൗണ്ടിൽ ഡാറ്റ വല്ലതും ഉണ്ടോ നോക്കട്ടെ. നമുക്ക് ഇൻപുട്ട് പറയുന്ന ഒരു കണ്ടെയ്നർ ഉണ്ട്. ഇൻപുട്ട് എന്ന കണ്ടെയ്നറിൽ കുറേ CSV ഫയൽ ഉണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു CSV ഫയൽ സെലക്ട് ചെയ്യാം. സോ ഇവിടെ ഡീലിമിറ്റഡ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കണക്ഷൻ ലിങ്ക്ഡ് സർവീസ് എന്ന് പറയുന്ന കണക്ഷൻ സെലക്ട് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മുടെ പാത്ത്, ഇപ്പോൾ ഈ ഒരു കണ്ടെയ്നറിനകത്ത് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് പറയുന്ന ഈ ഒരു സ്റ്റോറേജ് അക്കൗണ്ടിനകത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് പറയുന്ന 2 കണ്ടെയ്നറല്ലേ, ആ 2 കണ്ടെയ്നറും ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഇൻപുട്ട് എന്ന കണ്ടെയ്നറിനകത്ത് നിന്ന് ഒരു CSV ഫയൽ സെയിൽസ് UK എന്ന CSV ഫയൽ സെലക്ട് ചെയ്യുന്നു. ദെൻ ഫസ്റ്റ് റോ ആസ് ഹെഡർ, അതായത് നമ്മുടെ ആദ്യത്തെ റോ ഒരു ഹെഡറാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ ഓക്കെ കൊടുക്കും. ഇപ്പോൾ നമ്മൾ പേര് മാറ്റിയിട്ടില്ല, തൽക്കാലം ഡീലിമിറ്റഡ് ടെസ്റ്റ് തന്നെ കിടക്കട്ടെ, അല്ലെങ്കിൽ പേര് നമുക്ക് മാറ്റാം, സെയിൽസ് CSV. അപ്പോൾ ഇതിൻ്റെ പേര് മാറ്റണമെങ്കിൽ ഈ ഒരു ബട്ടണാണ് യൂസ് ചെയ്യുക, സെയിൽസ് CSV. ദെൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു കണക്ഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നമ്മളിപ്പോൾ ഒരു ഫയൽ സെലക്ട് ചെയ്ത് ആ ഫയലിൻ്റെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാം. ഇവിടെ നമ്മുടെ ഫയൽ കോമ സെപ്പറേറ്റഡ് ആണ്. ദെൻ എൻകോഡിങ് മറ്റു കാര്യങ്ങൾ കാണാം. ഫസ്റ്റ് റോ ഹെഡറാണ് സെലക്ട് ചെയ്തത്, അതായത് ഫസ്റ്റ് റോ നമ്മുടെ ഡാറ്റയുടെ ഫസ്റ്റ് റോ ഹെഡറായിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെലക്ട് ചെയ്ത ഡാറ്റയുടെ ഒരു പ്രിവ്യൂ ആണ്. ഓർഡർ ID, കൺട്രി, ഇയർ, സെയിൽസ്, അത് 4 കോളമാണ് ഈ ഡാറ്റയിൽ. ഏകദേശം 5-6 റോ ഡാറ്റയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻപുട്ട് ഡാറ്റ, ഈ ഡാറ്റനെ വേണമെങ്കിൽ നമുക്ക് സെയിൽസ് CSV ഇൻപുട്ട് എന്ന് സ്പെസിഫൈ ചെയ്യാം. ഇനി നമുക്ക് ഒരു കണക്ഷനും കൂടി അല്ലെങ്കിൽ ഒരു ഡാറ്റ സെറ്റും കൂടി ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഡാറ്റ സെറ്റ്, അസൂറിൽ ബ്ലോബ് സ്റ്റോറേജ് സെലക്ട് ചെയ്ത് ഡീലിമിറ്റഡ് തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് CSV സെലക്ട് ചെയ്യുന്നു. നമ്മുടെ അതേ കണക്ഷൻ തന്നെ, നമ്മുടെ സോഴ്സ് കണക്ഷൻ തന്നെ യൂസ് ചെയ്യുന്നു. ഇപ്രാവശ്യം നമ്മൾ ഡാറ്റ ഔട്ട്പുട്ടിനകത്തോട്ടാണ് സേവ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് കണ്ടെയ്നറിനകത്ത് ഇവിടെ നമ്മൾ ഫയലിൻ്റെ പേര് കൊടുക്കുന്നു, result.csv എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ഡാറ്റ ഫസ്റ്റ് റോ ഹെഡറായിട്ട് തന്നെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു കാര്യം സെലക്ട് ചെയ്യുന്നത്, നമ്മൾ ഇപ്പോൾ ഫയൽ റെഡി അല്ല, അതുകൊണ്ട് തന്നെ സ്കീമ നമ്മൾ ഫ്രം സാമ്പിൾ തൽക്കാലം സ്കീമ നമ്മൾ നൺ സെലക്ട് ചെയ്യുന്നു. ദെൻ ഓക്കെ. ഇപ്പോൾ നമുക്ക് 2 കണക്ഷനായി, ഒരു ഇൻപുട്ട് കണക്ഷനും ഒരു ഔട്ട്പുട്ട് കണക്ഷൻ. ഔട്ട്പുട്ട് കണക്ഷനിൽ ഏത് തരം ഡാറ്റയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തില്ല.
ഇനി നമ്മൾ പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യും. പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ജോബ് എന്നൊക്കെ പറയുന്ന പോലെ ഈ പൈപ്പ് ലൈനിനകത്താണ് നമ്മൾ കോപ്പി. ഇവിടെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റി ഈ അസൂർ ഡാറ്റ ഫാക്ടറി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് പല കാറ്റഗറിയിലായിട്ട് കോപ്പി, ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഡാറ്റ കോപ്പി ചെയ്യാൻ ഈ ആക്ടിവിറ്റി നമ്മൾ ഡ്രാഗ് ചെയ്യുകയാണ് ചെയ്യുക. ദെൻ കോൺഫിഗർ ചെയ്യാം. ഇവിടെ ഒരുപാട് അതർ കാറ്റഗറീസും നമുക്ക് കാണാം. ജനറൽ ഡിലീറ്റ്, ഒരു ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ, അതുപോലെ സ്റ്റോർ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യാൻ, വെയിറ്റ് ആക്ടിവിറ്റി, ലുക്കപ്പ് ആക്ടിവിറ്റി, അതുപോലെ ലൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ കാണാം. ലൂപ്പ് ആക്ടിവിറ്റീസ് എനിക്കൊന്ന് ഐട്രേഷൻ കണ്ടീഷൻ, അതായത് ഈഫ് കണ്ടീഷൻ, അതുപോലെ ഫോർ ലൂപ്പ്, അണ്ടിൽ, സ്വിച്ച്, അങ്ങനെ ഒരുപാട് കാറ്റഗറിയിലായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സോ തൽക്കാലം നമുക്ക് വളരെ ബേസിക് ആക്കാൻ വേണ്ടി കോപ്പി ഡാറ്റ ബ്രാക്കറ്റ് പറ്റില്ല, സെയിൽസ് CSV. സോ നമ്മൾ സെയിൽസ് CSV കോപ്പി ചെയ്യുന്നു. ഇവിടെ കാണാം. ഇപ്പോൾ നമ്മൾ പേര് കൊടുത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് ദെൻ നമ്മുടെ സോഴ്സ് ഫസ്റ്റ് നമ്മൾ 2 ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ സെയിൽസ് CSV ഇൻപുട്ടാണ് നമ്മുടെ സോഴ്സ്. ദെൻ നമ്മുടെ ഡെസ്റ്റിനേഷൻ, സിംഗർ എന്ന ഡെസ്റ്റിനേഷനാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, ഔട്ട്പുട്ട് CSV ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇത്രമാത്രം ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ എല്ലാം റെഡി ആയി കഴിഞ്ഞ് ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഇവിടെ ഡീബഗ് ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ട്രിഗർ ഉണ്ട്. ആഡ് ട്രിഗർ കൊടുത്ത് ട്രിഗർ നാവ് കൊടുക്കുകയാണെങ്കിൽ ഇത് റൺ ചെയ്യും, അല്ലെങ്കിൽ ഡീബഗ് കൊടുക്കുകയാണെങ്കിലും റൺ ചെയ്യും. നമുക്ക് ഡീബഗ് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡെസ്റ്റിനേഷനകത്ത് ഏതൊക്കെ ഫയലാണുള്ളത് നോക്കാം. ഇപ്പോൾ ഡെസ്റ്റിനേഷനകത്ത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത്, അതായത് 24-ന് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത്, നമുക്ക് ഈ ഫയലൊന്ന് ഡിലീറ്റ് ചെയ്ത് കണ്ട് ഒന്നും കൂടി റൺ ചെയ്യാം. നമ്മുടെ എക്സിക്യൂഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആയിട്ട് നമുക്കൊന്നും കൂടി റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ആ ഫയൽ ഡിലീറ്റ് ചെയ്ത് നമ്മുടെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡെസ്റ്റിനേഷൻ നോക്കുകയാണെങ്കിൽ ഒന്ന് റീഫ്രഷ് അടിക്കുകയാണെങ്കിൽ ഒരു പുതിയ ഫയൽ റിസൾട്ട് CSV എന്ന ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് തുറന്നു നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട അതേ ഡാറ്റ, ഫുൾ ഡാറ്റയും ഓർഡർ ID, കൺട്രി, ഇയർ, സെയിൽസ്, ഈ 4 കോളംസ് 4 റോയും ഈ ഡാറ്റ ഇവിടെ കാണും. സോ എന്തിനാണ് നമ്മൾ അസൂർ ഡാറ്റ ഫാക്ടറി യൂസ് ചെയ്തിക്കാണ്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഡാറ്റ കോപ്പി ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഫയലിനെ ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലോട്ട് മാറ്റി. പക്ഷേ പലപ്പോഴും നമ്മുടെ റിക്വയർമെൻറ്റ് വളരെ വലുതായിരിക്കും. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ക്ലയൻറ്റ് ഒരുപാട് ഫയലുകൾ നമ്മുടെ സ്റ്റോറേജ് അക്കൗണ്ടിലോട്ട് ലോഡ് ചെയ്യുന്നു. അതിൽ നമുക്ക് വേണ്ട ഡാറ്റ നമ്മൾ ഫിൽറ്റർ കണ്ടീഷനൊക്കെ അപ്ലൈ ചെയ്ത് നമ്മുടെ ബിസിനസ് ലോജിക്കൊക്കെ അപ്ലൈ ചെയ്ത് ആ ഡാറ്റനെ ഒരു ഡാറ്റാ ബേസിലോട്ട് ലോഡ് ചെയ്യണം. ഈ പ്രോസസ്സ് മിക്കപ്പോഴും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ റൺ ചെയ്യണം. ചിലപ്പോൾ ഓരോ മണിക്കൂറിൽ റൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഓരോ ദിവസവും റൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം, അങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പീരീഡിൽ റൺ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു റിക്വയർമെൻറ്റ് നമ്മളെങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യും. നമ്മൾ സോഴ്സ് സ്പെസിഫൈ ചെയ്യും, ഡെസ്റ്റിനേഷൻ സ്പെസിഫൈ ചെയ്യും, നമുക്ക് വേണ്ട ട്രാൻസ്ഫോർമേഷൻ, ഇവിടെ തന്നിരിക്കുന്ന ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ഇത് ഉപയോഗിച്ച് നമുക്ക് വേണ്ട ട്രാൻസ്ഫോർമേഷൻ ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ട്രിഗേഴ്സ് ക്രിയേറ്റ് ചെയ്യും. ട്രിഗേഴ്സിൽ ഇവിടെ നോക്കാം, ന്യൂ എഡിറ്റ്, ഒരു ട്രിഗേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇൻ്റർവെല്ലിൽ ഷെഡ്യൂൾ ചെയ്യാം. നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ജോബ് ഉണ്ടല്ലോ, പൈപ്പ് ലൈൻ 1 എന്ന് പറയുന്ന ഒരു ജോബിനെ ഷെഡ്യൂൾ ചെയ്യാം. എല്ലാ ദിവസവും എല്ലാ 15 മിനിറ്റിലും റൺ ചെയ്യാം, അല്ലെങ്കിൽ മിനിറ്റ് മാറ്റി ഡേയ്സ് കൊടുക്കാം. എല്ലാ 15 ദിവസം മാറ്റി ഓരോ ദിവസവും ഇന്ന സമയത്ത് ഇന്ന ഇൻ്റർവെൽ, അല്ലെങ്കിൽ
ഒരുപാട് ഇവൻറ്റ് ടെംപ്ലിംഗ് വിൻഡോ എന്ന് പറയും. അതായത് ഒരു ആക്ഷന് ശേഷം നമ്മുടെ ജോബ് റൺ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് ആരെങ്കിലും നമ്മുടെ സ്റ്റോറേജ് അക്കൗണ്ടിലോട്ട് ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ ജോബ് റൺ ചെയ്ത് ആ ഫയലിനെ പ്രോസസ്സ് ചെയ്ത് ഡെസ്റ്റിനേഷനിൽ കൊണ്ടുവരിക. അങ്ങനെ പല ഓപ്ഷൻസ് പോസിബിളാണ്. ഇപ്പോൾ നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. തൽക്കാലം ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഒരു ഓഫീസിൽ സെറ്റപ്പ് ചെയ്യുക. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വേണ്ട ഡാറ്റയെ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് മാറ്റാൻ നമ്മൾ നോർമലി ഒരു ജോബ് ക്രിയേറ്റ് ചെയ്യും. ആ ജോബ് റെഗുലർ ഇൻ്റർവെൽ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ വേണ്ടത് ആ ഒരു രീതിയിൽ റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രിഗേഴ്സ് ഡിഫൈൻ ചെയ്യും. ആ ട്രിഗേഴ്സിനനുസരിച്ച് ഇത് വർക്ക് ചെയ്യും. ദെൻ ഇവിടെയുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ് നമുക്ക് ഗിറ്റ് ഇൻ്റഗ്രേഷൻ. ഗിറ്റ് മാത്രമല്ല, അസൂറിൻ്റെ ഡെവോപ്സ് ഇൻ്റഗ്രേഷനും ചെയ്യാൻ പറ്റും. നമ്മുടെ യൂഡമി കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. ദെൻ ഇവിടെ ഇപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം സേവ് ചെയ്യാൻ ഇവിടെ പബ്ലിഷാണ് നമ്മുടെ ഫീച്ചർ. ഇപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇതുവരെ സേവ് ആയില്ല. സേവ് ചെയ്യാൻ പബ്ലിഷ് കൊടുക്കുക. അപ്പോൾ പബ്ലിഷ് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സേവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഒരു ലിങ്ക്ഡ് സർവീസ് ക്രിയേറ്റ് ചെയ്ത്, അതായത് നമ്മുടെ അസൂർ സ്റ്റോറേജ് അക്കൗണ്ടിനെ ആക്സസ് ചെയ്യാൻ ഒരു ലിങ്ക്ഡ് സർവീസ് ക്രിയേറ്റ് ചെയ്ത്, പക്ഷേ അതിവിടെ ലിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ലിങ്ക്ഡ് സർവീസ് ഓട്ടോമാറ്റിക്കലി സേവ് ആവും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ, പൈപ്പ് ലൈന്, ഡാറ്റ സെറ്റ്, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി സേവ് ആവില്ല. നമ്മൾ പബ്ലിഷ് ചെയ്യണം. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ വാലിഡേഷൻ ഫെയിൽ എന്ന് കാണിക്കും. ഇനി നമ്മൾ സേവ് ചെയ്യാതെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കൃത്യമാണോ, എററൊന്നും ഇല്ലെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ വാലിഡേഷൻ കൊടുക്കാമേ. സോ നമുക്കിത് സേവ് ചെയ്യാം. സോ ഈ ഡിപ്ലോയ് എന്നത് ശരിക്കും പബ്ലിഷ് ചെയ്യുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ സേവ് ചെയ്യുന്നതിന് തുല്യമാണ്. ദെൻ ഇവിടെ നമുക്ക് മറ്റൊരു ഓപ്ഷനാണ് ട്രിഗർ നൗ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണാം, നമ്മൾ ലാസ്റ്റ് പബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ ലാസ്റ്റ് സേവ് ചെയ്ത കോൺഫിഗറേഷൻ വെച്ചിട്ടാണ് ഇത് ട്രിഗർ ചെയ്യാൻ പോകുന്നത് എന്നൊരു വാർണിംഗ് ആണെന്ന്. നമുക്ക് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ പൈപ്പ് ലൈൻ റണ്ണിങ് ആണ്. നമ്മുടെ പൈപ്പ് ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് സക്സസ്ഫുള്ളി. സോ ഡീബഗ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി നമ്മൾ ഒരു ആപ്ലിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഡീബഗ് യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇവിടെ കാണാം. ഇവിടെ ഈ റിസൾട്ടിൽ ഒരു കാര്യം കൂടി നമുക്ക് കാണാം, ഏത് ഇൻപുട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഡാറ്റയാണ് പ്രോസസ്സ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ജെയ്സൺ ഇൻഫർമേഷൻ ഇവിടെ കാണാം. ദെൻ ഈ ഫയലിൻ്റെ ഔട്ട്പുട്ട് അതും ജെയ്സൺ രൂപത്തിൽ കാണാം. ദെൻ പ്രിവ്യൂ അറിയുന്ന കുറച്ച് എന്ത് ഓപ്പറേഷനാണ് നടക്കുന്നതിലെ ഡീറ്റെയിൽസും ഇവിടെ കാണാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാം. എത്ര സമയം എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ, ഇത് സക്സസ് ആണോ ഫെയിലിയർ ആണോ എററുണ്ടോ അല്ല ഒരു ബേസിക് കാര്യങ്ങൾ. ഇത് ഡീബഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നമ്മുടെ മോണിറ്റർ ടാബിൽ വരും. ഇവിടെ മോണിറ്റർ ടാബിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ പൈപ്പ് ലൈൻ ഒരു പ്രാവശ്യം നമ്മൾ മാനുവലി ട്രിഗർ ചെയ്തു, അത് സക്സസ്ഫുള്ളി എക്സിക്യൂട്ടഡ് ആയി. അതുപോലെ ബേസിക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു സർവീസ് വളരെ കോസ്റ്റ്ലിയാണ്, അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് റൺ ചെയ്യരുത്. ചില കോൺഫിഗറേഷനൊക്കെ വളരെ എക്സ്പെൻസീവ് ആവും. അതുകൊണ്ട് തന്നെ ഈ സർവീസ് റൺ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അതുപോലെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സർവീസ് ഡിലീറ്റ് ചെയ്യാൻ മറക്കരുത്. അതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ സർവീസ് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഡാറ്റ ഫാക്ടറി ഡിലീറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.